കേരള PSC മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന മാത്സിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. തന്നിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. രണ്ട് രീതിയിലൂടെ ഈ ഒരു ചോദ്യം ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മൾ പരിചയപ്പെടുത്തുന്നത് എക്സ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ നമ്പർ എന്ന് എടുത്തിരിക്കുന്നു. തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകൾ എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ട് അടുത്ത നമ്പർ എന്ന് പറയുന്നത് x+1 ആയിരിക്കും. അതിനുശേഷം വരുന്ന നമ്പർ x+2 ആയിരിക്കും. അതിനുശേഷം വരുന്നത് x+3 ആയിരിക്കും. അതിനുശേഷം വരുന്നത് x+4 ആയിരിക്കും. ഇവ എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന 300 എന്ന് പറയുന്നത്. ഇത് കൂട്ടിയാൽ നമുക്ക് ലഭിക്കുന്നത് 300 ആണ്. അതായത് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ചെയ്താൽ നമുക്ക് 5x എന്ന് കിട്ടുന്നു. പ്ലസ് 1 പ്ലസ് 2 3, 3 പ്ലസ് 3 6, 6 പ്ലസ് 4 10. 5x പ്ലസ് 10 ഈസ് ഈക്വൽ ടു 300. 5x ഈസ് ഈക്വൽ ടു 290. x ഈസ് ഈക്വൽ ടു 58. അതായത് x എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംഖ്യയാണ്. നമ്മോട് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാണ്. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടാനായിട്ട് x+4 എന്നതാണ് വലിയ സംഖ്യ. അതായത് 58 പ്ലസ് 4 നമുക്ക് ആൻസർ ആയിട്ട് വരിക 62 എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ചോദ്യം വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഇതല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഒരു സമാന്തര ശ്രേണിയാണെങ്കിൽ എപ്പോഴും നമ്മൾക്ക് അതിന്റെ ആവറേജ് എടുക്കുമ്പോൾ അതിന്റെ മധ്യത്തിലുള്ള നമ്പർ ആയിരിക്കും ലഭിക്കുക. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ തുക എന്ന് പറയുന്നത് 300 എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ടോട്ടൽ 5 എണ്ണൽ സംഖ്യകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 300/5 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലഭിക്കുന്നത് 60 എന്നാണ്. 5 നമ്പറുകൾ നമ്മൾ എടുക്കുന്നു. ഈ 5 നമ്പറുകളുടെ ശരാശരിയാണ് നമ്മളിപ്പോ 300/5 എന്ന് പറയുന്ന ആ ഒരു ഇത് നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന 60 എന്ന് പറയുന്നത്. അതായത് ഈ 5 നമ്പറുകളിൽ മധ്യത്തിലുള്ള നമ്പറാണ് 60 എന്ന് പറയുന്നത്. നമ്മളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ സംഖ്യയാണ്. അപ്പൊ തൊട്ടടുത്തുള്ള നമ്പർ 61, അതിനുശേഷം വരുന്നത് 62 ആയിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യാതെ തന്നെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഈ ഒരു രണ്ട് രീതിയിലൂടെ നമുക്ക് ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നോക്കുക, എ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ 1/2 1/2 എന്നാണ് തന്നിരിക്കുന്നത്. അതിന്റെ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ 2 ആണ്. രണ്ടിടത്തും കോമൺ ആണ്. അതുകൊണ്ട് തന്നെ മോൾ ഭാഗം മാത്രം നോക്കുക. 1 + 1 2 ആണ്. അപ്പോൾ അതിന്റെ തുക എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും വരിക. ഇവിടെ നോക്കുക, ഇവിടെ 3 ആണ്. അങ്ങനെയാണെങ്കിൽ 2 + 1 എന്ന് പറയുമ്പോൾ 3 ആണ്. 3/3 എന്ന് പറയുന്നത് 3 ആണ് വരിക, 1 ആണ് വരിക. അപ്പോൾ അതും എന്താണ്, 1 തന്നെയാണ് വരുന്നത്. അടുത്ത് നോക്കുക, ഇവിടെ 11 ആണ് വരുന്നത്. 5 + 4 എന്ന് പറയുമ്പോൾ 9 ആണ്. 9/11 ഒരിക്കലും എന്ത് ചെയ്യില്ല, 1 വരത്തില്ല. നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ 7 + 8 15 ആണ്. 15/15 എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. അപ്പൊ അതും എന്താണ്, ഉത്തരത്തിലേക്ക് വരത്തില്ല. നമ്മുടെ ഉത്തരം എന്താണ്, ഓപ്ഷൻ സി ആണ്. നമ്മൾ ഓൾറെഡി ഉത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളമുണ്ടായിരുന്നു? നമ്മുടെ കൈവശം ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന വെള്ളം എന്ന് പറയുന്നത് എക്സ് ലിറ്റർ ആയിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. എക്സ് ലിറ്റർ ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആ ടാങ്കിലേക്ക് ഒരു 20 ലിറ്ററും കൂടി ഒഴിച്ചിരിക്കുകയാണ്. ടോട്ടൽ ആ ടാങ്കിന്റെ കപ്പാസിറ്റി നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 36 ലിറ്റർ എന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന എക്സ് ലിറ്ററും ഇപ്പോൾ ഒഴിച്ചിരിക്കുന്ന 20 ലിറ്ററും കൂടി ചേരുമ്പോൾ നമ്മുടെ ടാങ്കിന്റെ ടോട്ടൽ അതിലുള്ള ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 36 ലിറ്റർ ആണ്. ആ 36 ലിറ്ററിന്റെ 3/4 ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x+20 ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ വെട്ടുമ്പോൾ ഇവിടെ 9 × 3 27 എന്ന് കിട്ടുന്നു. എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 27 കുറയ്ക്കണം 20, നമുക്ക് അവിടെ 7 ലിറ്റർ എന്നാണ് കിട്ടുക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അതായത് ആ ടാങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന വെള്ളം എത്ര എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 7 ലിറ്റർ വെള്ളമാണ് ആദ്യം ആ ടാങ്കിൽ ഉണ്ടായിരുന്നത്.
ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്ന ചോദ്യം പരിശോധിക്കാം. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തതേത് എന്നാണ് ചോദ്യം. ഇവിടെ AZ, BY, CX, DW എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ABCD, അതിനുശേഷം വരേണ്ടത് E ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെഡിന്റെ പിറകിൽ Y ആണ്, Yന്റെ പിറകിൽ X ആണ്, Xന്റെ പിറകിൽ W ആണ്. അപ്പോൾ Wന്റെ പിറകിൽ വരുന്ന V ആണ് വരേണ്ടത്. EV എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രന്ഥനം എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? നിരീക്ഷണമാണ്. അപ്പോൾ 3 ആദ്യം വരേണ്ടത്. അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എയും ബിയും മാത്രമേ ഉള്ളൂ. ബാക്കി 2 ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ആക്കാം. നിരീക്ഷണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടത്തുന്നത് താരതമ്യം ചെയ്യലാണ്. അങ്ങനെ ആകുമ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നിരീക്ഷണ ശേഷം താരതമ്യം, താരതമ്യത്തിന് ശേഷം വർഗീകരണം, വർഗീകരണത്തിന് ശേഷം അപഗ്രന്ഥനം, അപഗ്രന്ഥനത്തിന് ശേഷം നിഗമനം. ഏറ്റവും അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് നിഗമനത്തിലേക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാനാര് എന്നാണ് അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ 63, 67, 71, 73 എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും 63 ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. 63 പ്രൈം നമ്പർ അല്ല. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കി ചെയ്തില്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കാരണം ആ ഒരു രീതിയിലാണ് ഇവിടെ ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. തന്നിരിക്കുന്ന ചോദ്യത്തിലേക്ക് വരാം. ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കൈവശം ഒരു വരിയുണ്ട്. അതിൽ ടോട്ടലുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 50 കുട്ടികളാണ്. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമത് നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ രാഹുലിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 16ാമതാണ്. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38ാമത് നിൽക്കുന്നു എന്നാണ് നൽകിയിരിക്കുന്നത്. പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ ഫാത്തിമയുടെ സ്ഥാനം എന്ന് പറയുന്നത് 38ാമതാണ്. തുടർന്ന് ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത് രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്താനായിട്ട്. ഇവിടെ നമ്മുടെ ഫാത്തിമയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ F എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. നമുക്ക് ഒന്നെങ്കിൽ മുന്നിൽ നിന്നുള്ള പൊസിഷൻ 2 പേരുടെയും ലഭിക്കണം, അല്ലെങ്കിൽ പിന്നിൽ നിന്നുള്ളത് 2 പേരുടെയും ലഭിക്കണം. ഇവിടെ നമ്മൾ മുന്നിൽ നിന്നുള്ളതാണ് നമ്മൾ എളുപ്പത്തിന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത് നമ്മൾ മുന്നിൽ നിന്നുള്ള പൊസിഷനാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. രാഹുലിന്റെ ഓൾറെഡി നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 16 എന്ന്. ഫാത്തിമയുടെ മുന്നിൽ നിന്നുള്ള പൊസിഷൻ കണ്ടുപിടിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്നത് 50 - 38 എന്നായിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 12 ആണ്. അതായത് ഫാത്തിമയുടെ പൊസിഷന് മുമ്പ് വരെ 12 ആൾക്കാരുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചിലരെങ്കിലും ഇങ്ങനെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 12 എന്ന് പറയുന്നത് ഫാത്തിമയുടെ പൊസിഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം. യഥാർത്ഥത്തിൽ ഫാത്തിമയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 13ാമത്തെ പൊസിഷനാണ്. മുന്നിൽ നിന്നും 13ാമത്തെ പൊസിഷനാണ്. മുന്നിൽ നിന്നും രാഹുലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 16ാമത്തെ പൊസിഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനിടയിൽ എത്ര പേരുണ്ടെന്ന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. 13 കഴിഞ്ഞാൽ 14, 14 കഴിഞ്ഞാൽ 15, തുടർന്ന് രാഹുൽ വരുന്നു. അതായത് 2 പേരാണ് ഇടയിലുള്ളത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഈ ഒരു ചോദ്യം സിമ്പിളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും തന്നിരിക്കുന്ന ഓപ്ഷനുകൾ നമ്മൾ പരിശോധിച്ചാൽ ചിലർക്കെങ്കിലും ഉത്തരം 3ലേക്കോ 4ലേക്കോ പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ഒരു ചോദ്യമാണ്. അതൊരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 2 എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ തെക്കോട്ട് 12 കിലോമീറ്റർ പോയിരിക്കുന്നത്. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു ദിശയിൽ 7 കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കുകയാണ്.
തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദിശയിലാണ് അദ്ദേഹം ഇപ്പോൾ 4 കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് ഇടതുഭാഗമാണ്, ഇത് വലതുഭാഗമാണ്. അപ്പൊ താഴോട്ടാണ് എത്ര വരുന്നത്? 4 കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിക്കുന്നത്. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു എന്നാണ് പിന്നീട് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു ദിശയിലേക്കാണ് അദ്ദേഹം 7 കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓൾറെഡി 12 ഉണ്ട്. ഇതിന് നേരെയായിട്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. എത്ര കൂടിയിട്ടുണ്ട്? 4 കിലോമീറ്ററും കൂടെ കൂട്ടണം. 12ഉം 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് 16 കിലോമീറ്റർ എന്നാണ്. 16 കിലോമീറ്ററുള്ള 2 ഓപ്ഷനുകളാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത്. അതിലേതിനി നമ്മൾ ചൂസ് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് വീട്ടിൽ നിന്നും തെക്കോട്ട് 16 കിലോമീറ്റർ ആണ്. അപ്പോൾ 16 കിലോമീറ്റർ തെക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എന്നാൽ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ചിത്രം കൃത്യമായിട്ടില്ല എങ്കിൽ നമ്മുടെ ഓപ്ഷനുകൾ തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യവുമാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന വളരെ സാവധാനത്തോടു കൂടി ക്ഷമയോടുകൂടി ആ ഒരു ചിത്രം ഒരു തവണ വരച്ചാൽ സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യത്തിൽ തന്നിരിക്കുന്നത്, ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എന്ന് പറയുന്നത് എയേക്കാളും ഡിയേക്കാളും കുറവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മളിവിടെ എഴുതിയിരിക്കുകയാണ്. ബിയുടെ ഭാരം എന്ന് പറയുന്നത് എയേക്കാളും ഡിയേക്കാളും കുറവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ഇയുടെ ഭാരം എന്ന് പറയുന്നത് സിയേക്കാൾ കൂടുതൽ എന്നാണ് തന്നിരിക്കുന്നത്. ബിയേക്കാൾ കുറവുമാണ്. അതായത് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ബിക്ക് തൊട്ട് താഴെയായിട്ടാണ് ഈ പറയുന്ന ഇയും സിയും വരുന്നത്. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നു സിയുടെ ഭാരം എന്താണ് ഇനേക്കാൾ കുറവാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്ക് എന്ന് തന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഭാരത്തിൽ വരുന്നത് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 99ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ABC എന്നതിന് 6 എന്നും BCD 9 എന്നും കൊടുത്താൽ CDE എന്തെന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം ABC നമ്മൾ എടുക്കുമ്പോൾ ABC ഒന്നാമത്തെ അക്ഷരമാണ്, ബി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 2ാമത്തെ അക്ഷരമാണ്, സി 3ാമത്തെ അക്ഷരമാണ്. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടും. അതാണ് അവിടെ 6 എന്ന് എഴുതിയത്. BCD നമ്മൾ എടുക്കുമ്പോൾ ബി എന്ന് പറയുന്ന 2ാമത്തെ അക്ഷരം, സി എന്ന് പറയുമ്പോൾ 3ാമത്തെ അക്ഷരം, ഡി 4ആണ്. അപ്പൊ ഇത് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 9 തന്നെയാണ് കിട്ടുക. 2 + 3 5, 5 + 4 9. ഇതിപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ആ കോഡ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. തുടർന്ന് CDEയിലേക്ക് വരിക. സി 3ാമത്തെ അക്ഷരമാണ്, ഡി 4ാമത്തെ അക്ഷരമാണ്, ഇ 5 ആണ്, I 4 9, 9 + 3 12. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. കേരള PSC പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യങ്ങളെല്ലാം തന്നെ വരാൻ പോകുന്ന പരീക്ഷയിൽ ഇതേ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ നിന്ന് എടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ്. തുടർന്നുള്ള ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.